നമസ്കാരം. ശനിദേവനുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ പരാമർശിക്കാനായി പോകുന്നത്. ശനി പലപ്പോഴും ഏവരുടെയും ജീവിതത്തിൽ പ്രതിസന്ധി ഉണ്ടാക്കുന്ന ഒരു ഗ്രഹമായി തന്നെയാണ് ഏവരും കണക്കാക്കുന്നത്. ശനിയുടെ സംക്രമവും ദശയും തന്നെയാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അനുകൂലം അല്ലെങ്കിൽ പ്രതികൂലമായ ഫലങ്ങൾ ഉണ്ടാക്കുന്നതും. ജീവിതത്തിൽ പല രീതിയിലുള്ള കാര്യങ്ങൾ അത് സന്തോഷമാണ് എങ്കിലും സമാധാനമാണ് എങ്കിലും അത് നിലനിർത്തുന്നതും നശിപ്പിക്കുന്നതിനും ശനി കാരണമാകുന്നു എന്നതും വാസ്തവമായ കാര്യം തന്നെയാകുന്നു. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പല രീതിയിൽ ബാധിക്കുന്നതാണ്. അന്തസ്സ്, സമ്പത്ത്, ആരോഗ്യം, പുരോഗതി, അതേപോലെ തന്നെ ബിസിനസ് പരമായ നേട്ടങ്ങൾ എന്നിവയെല്ലാം തന്നെ ശനിയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ശനിയുമായി ബന്ധപ്പെട്ട സ്വാധീന വലയത്തിൽ വരുന്ന കാര്യങ്ങൾ തന്നെയാകുന്നു. ശനിയുടെ രാശിമാറ്റം അഥവാ നക്ഷത്രമാറ്റം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പല രീതിയിലുള്ള ഫലങ്ങൾ വന്ന് ചേരുന്നതിന് കാരണമായി തീരും. പൂരുരുട്ടാതി നക്ഷത്രത്തിന്റെ ആദ്യ പാദത്തിലാണ് ഇപ്പോൾ ശനി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ മെയ് 12 എന്ന ദിവസത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. മെയ് 12 ശേഷം അതിന്റെ രണ്ടാം ഘട്ടത്തിലേക്ക് ശനി കടക്കുന്നതാകുന്നു. മെയ് 12 മുതൽ ഓഗസ്റ്റ് 18 വരെ ശനി പൂരുരുട്ടാതി നക്ഷത്രത്തിന്റെ രണ്ടാം പാദത്തിൽ സ്ഥിതി ചെയ്യുന്നതാകുന്നു. അതിനാൽ തന്നെ ചില കാര്യങ്ങൾ ചില നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സംഭവിക്കും. എന്നാൽ പൂരുരുട്ടാതി നക്ഷത്രവുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. പൂരുരുട്ടാതി നക്ഷത്രത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് ശനി സഞ്ചരിക്കുമ്പോൾ ചില മാറ്റങ്ങൾ ജ്യോതിഷപരമായി പരാമർശിക്കുവാൻ സാധിക്കും. 27 നക്ഷത്രങ്ങളിൽ 25ാമത്തെ നക്ഷത്രം തന്നെയാണ് പൂരുരുട്ടാതി നക്ഷത്രം. ഈ നക്ഷത്രം ഇനി പറയുന്ന 3 രാശിക്കാരിലും അനുകൂലമായ പല മാറ്റങ്ങളും കൊണ്ടുവരുന്നു എന്ന കാര്യമാണ് ഓർക്കേണ്ടത്. മാത്രമല്ല പല രീതിയിലുള്ള അനുകൂലമായ ഫലങ്ങൾ പ്രദാനം ചെയ്യുകയും ചെയ്യും. ശനി ഈ നക്ഷത്രത്തിന് പ്രദാനം ചെയ്യുന്നു എന്ന് തന്നെ പറയാം. അതിനാൽ തന്നെ പൂരുരുട്ടാതി നക്ഷത്രത്തിൽ ശനി പ്രവേശിക്കുന്നതിലൂടെ 3 രാശിക്കാരിലും വളരെയധികം മാറ്റങ്ങൾ വന്ന് ചേരുന്നതായ സമയമാണ്. എന്തെല്ലാമാണ് ഈ രാശിക്കാരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്, ഏതെല്ലാം രാശിക്കാർക്കാണ് ഇത്തരത്തിൽ സൗഭാഗ്യങ്ങൾ തേടിയെത്തുന്നത് തുടങ്ങിയ കാര്യങ്ങൾ ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. ആദ്യത്തെ രാശിയായി പരാമർശിക്കുന്നത് മേടം രാശി തന്നെയാകുന്നു. മേടം രാശിക്കാർക്ക് അനുകൂലമായ ഫലങ്ങൾ തന്നെയാണ് ശനിയുടെ നക്ഷത്രമാറ്റം മൂലം സംഭവിക്കാൻ പോകുന്നത്. ശുഭകരമായ മാറ്റങ്ങൾ തന്നെ വന്നു ചേരാൻ പോകുന്നു എന്ന് പറയാം. എന്നാൽ പല രീതിയിലുള്ള സാമ്പത്തികപരമായ ഉയർച്ച, നേട്ടങ്ങൾ പല കോണുകളിൽ നിന്നും ഉണ്ടാകുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ശനി കടാക്ഷത്താൽ നേട്ടങ്ങൾ, ഉയർച്ച, ധനപരമായ ഉയർച്ച എന്നിവ വന്നു ചേരാം. കൂടാതെ ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ ഇനി ലഭിക്കില്ല എന്ന് വിചാരിച്ച പല കാര്യങ്ങൾ അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയി എന്ന് വിചാരിച്ച പല കാര്യങ്ങളിലും അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. കൂടാതെ നഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ച പണം പോലും, ധനപരമായ ആ കാര്യങ്ങൾ പോലും നിങ്ങൾക്ക് തിരികെ ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് ഭാവി മുൻകൂട്ടി കണ്ട് പല പ്രവർത്തനങ്ങളും ഈ സമയം ചെയ്യുവാനും അല്ലെങ്കിൽ ചെയ്ത് മുന്നേറുവാൻ സാധിക്കും. കൂടാതെ പണം നിക്ഷേപിക്കുന്നതുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ഫലങ്ങൾ ഈ സമയത്ത് വന്നു ചേരും എന്ന കാര്യം ഓർക്കുക. സമൂഹത്തിൽ നിങ്ങൾക്കുള്ള സ്വീകാര്യത, ബഹുമാനം വർദ്ധിക്കുന്നതായ കാര്യങ്ങൾ ചെയ്യുവാനും അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഇത്തരം കാര്യങ്ങൾ പ്രധാനമായും പ്രശംസയും വന്നു ചേരുവാനും സാധ്യത കൂടുതൽ തന്നെയാകുന്നു. നിങ്ങൾ പ്രവർത്തിക്കുന്നതായ മേഖലകളിൽ ശനി കടാക്ഷത്താൽ ഭാഗ്യം അനുകൂലമാവുകയും അതിനാൽ തന്നെ വിജയങ്ങൾ, ഉയർച്ച എന്നിവ വന്ന് ചേരുന്നതായ സമയമാകുന്നു. ഈ സമയം ലാഭകരമായ പല കാര്യങ്ങളിലും നിക്ഷേപിക്കുവാൻ സാധിക്കുകയും പുതിയ ബിസിനസ് ആരംഭിക്കുകയോ നിലവിലുള്ള ബിസിനസ് വിപുലീകരിക്കുകയോ അല്ലെങ്കിൽ ആ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നേട്ടങ്ങൾക്കുള്ള സാധ്യതയും കൂടുതലായ സമയമാകുന്നു. അതിനാൽ ഈ സമയം ശനി കടാക്ഷത്താൽ നിങ്ങൾക്ക് ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ തന്നെ വന്നു ചേരും എന്ന് നിസ്സംശയം പറയാം. നിങ്ങളുമായി ബന്ധപ്പെട്ട സമസ്ത മേഖലകളിലും അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. എന്നാൽ പരമശിവനെ ഈ സമയം ആരാധിക്കുന്നതും ശാസ്താവിനെ ആരാധിക്കുന്നതും
ശനിദേവന് പ്രത്യേകിച്ചും ശനിയാഴ്ച ദിവസം ശംഖുപുഷ്പം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും ഏറ്റവും വിശേഷപ്പെട്ട കാര്യം തന്നെയാകുന്നു. അനുകൂലമായ ഫലങ്ങൾ തന്നെ വന്നു ചേരും. മറ്റൊരു രാശിയായി പരാമർശിക്കുവാൻ സാധിക്കുന്നത് കന്നി രാശിയാണ്. കന്നി രാശിക്കാരുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ശനിയുടെ രാശിമാറ്റം നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ കൊണ്ടുവരുന്നതായ സമയമാകുന്നു. അതിനാൽ തന്നെ ഈ സമയം പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലമായി വന്ന് ഭവിക്കും. ഭാഗ്യം അനുകൂലമാകുന്ന സമയമാണ്. അതിനാൽ ചെയ്യുന്ന കാര്യങ്ങളിൽ, പ്രവർത്തികളിൽ വളരെയധികം നേട്ടങ്ങൾ, വിജയങ്ങൾ വന്നു ചേരുവാൻ സാധിക്കും. ബിസിനസ്സുമായി ബന്ധപ്പെട്ടും ജോലിയുമായി ബന്ധപ്പെട്ടും അഥവാ കർമ്മ മേഖലയുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതായ സമയം എന്ന് നിസ്സംശയം പറയാം. ജീവിതത്തിൽ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് സന്തോഷകരവും സമാധാനപരവുമായ കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരാം. പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി തീരാം. ജോലി ചെയ്യുന്നവരാണ് നിങ്ങൾ എങ്കിൽ ശമ്പളം വർദ്ധിക്കുവാനും ബോണസ് തുടങ്ങിയ കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ധനപരമായ നേട്ടങ്ങൾ വന്ന് ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. വിദേശത്തേക്ക് പോലും ജോലിക്കുള്ള അവസരങ്ങൾ വന്നു ചേരുകയോ ജോലി മാറാനുള്ള അവസരങ്ങൾ വന്ന് ചേരുകയോ ചെയ്യാം. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് മുൻപ് ലഭിച്ചു പോന്നതായ ലാഭത്തിൽ നിന്നും വ്യത്യസ്തമായ ലാഭമാണ് വന്നു ചേരുക. ഇരട്ടിയായി ലാഭം വർദ്ധിപ്പിക്കുവാനോ അതിന് സഹായകരമായ കാര്യങ്ങളോ വന്ന് ചേരാവുന്നതുമാണ്. കൂടാതെ നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വന്നു ചേർന്നിരിക്കുന്നതായ നഷ്ടങ്ങൾ നികത്തുവാൻ നിങ്ങൾക്ക് സാധിക്കും. അത് നികത്തുവാനുള്ള വഴി തീർച്ചയായും ജീവിതത്തിലേക്ക് കടന്നു വരും. അത്തരം ചിന്താഗതി നിങ്ങളിൽ ഉണ്ടാകും എന്ന കാര്യം ഓർക്കുക. കൂടാതെ ഈ സമയം വിജയങ്ങൾ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വന്നു ചേരും. നഷ്ടങ്ങളുണ്ട് എങ്കിൽ ആ നഷ്ടങ്ങൾ നികത്തുവാനോ ഇല്ലാതാക്കുവാനോ സാധിക്കും. ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം വന്നു ചേരാം. ലോൺ തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ശ്രമങ്ങൾ നടത്തുന്നവരാണ് എങ്കിൽ വിജയിക്കും. ചിട്ടി തുടങ്ങിയ കാര്യങ്ങൾ അനുകൂലമാകാം. കൂടാതെ ഈ സമയം കടബാധ്യതകൾ പരിഹരിക്കുവാനോ നൽകിയിരിക്കുന്നതായ കൈവായ്പകൾ തിരികെ ലഭിക്കുവാനോ സാധ്യത കൂടുതലുള്ള സമയമാകുന്നു. അത്തരത്തിലും അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. വിദ്യയുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾക്ക് ഉയർന്ന തരത്തിലുള്ള വിജയങ്ങൾ നേടുവാൻ സാധിക്കും. ഈ സമയം നിങ്ങളുടെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരുന്നതായ പല പ്രശ്നങ്ങളും പരിഹരിക്കുവാനും നിങ്ങൾക്ക് സാധിക്കും. ഈ സമയം തീർച്ചയായും നിങ്ങൾ പരമശിവനെ ആരാധിക്കുക. നിത്യവും ശിവക്ഷേത്രത്തിൽ പോകുവാൻ സാധിക്കുന്നത് ശുഭകരമാണ്. സാധിക്കാത്തവരാണ് എങ്കിൽ പഞ്ചാക്ഷരി മന്ത്രം 108 തവണ ജപിക്കുക. കൂടാതെ നിത്യവും ശാസ്താവിനെ ഭജിക്കുന്നതും ശാസ്താ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും ശുഭകരമാണ്. കൂടാതെ ശനിയാഴ്ച ദിവസം ശംഖുപുഷ്പം ശനിദേവന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും പ്രത്യേകിച്ചും കാക്കയ്ക്ക് ആഹാരം നൽകുന്നതും ശുഭകരമായ ഫലങ്ങൾ തന്നെ വന്നു ചേരുവാൻ, അല്ലെങ്കിൽ ഈ ഫലങ്ങൾ തടസ്സങ്ങൾ കൂടാതെ വന്നു ചേരുവാൻ സഹായകരമായി തീരും. മറ്റൊരു രാശി ധനു രാശിയാണ്. ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അനുകൂലമായ ഫലങ്ങൾ വന്ന് ചേരുന്നതായ സമയമാണ് എന്ന് പറയാം. ഈ സമയം പല രീതിയിലുള്ള അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. പൂരുരുട്ടാതി നക്ഷത്രത്തിന്റെ 2ാം ഭാവത്തിൽ ഉണ്ടാകുന്ന ശനിയുടെ മാറ്റം ഏറെക്കാലമായി നടക്കാതിരുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമാക്കുവാനോ അല്ലെങ്കിൽ പൂർത്തീകരിക്കുവാനോ സഹായിക്കും എന്ന കാര്യം ഓർക്കുക. ബുദ്ധിശക്തി കൊണ്ട് തന്നെ സാമ്പത്തികമായി സഹായിക്കുന്ന പല വ്യക്തികളിൽ നിന്നും നിങ്ങൾക്ക് വീണ്ടും അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ്. കൂടാതെ ഈ സമയം കൈവായ്പകൾ മടക്കി കൊടുക്കുവാനോ വായ്പ ലഭിക്കുവാനോ ധനപരമായി ബിസിനസ് പരമായി നേട്ടങ്ങൾ, ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ധനപരമായ ഉയർച്ച വന്നു ചേരാം. കർമ്മ മേഖലയുമായി ബന്ധപ്പെട്ടും നേട്ടങ്ങൾക്ക് സാധ്യത കൂടുതലുള്ള സമയമാകുന്നു. കുടുംബാംഗങ്ങൾ, സുഹൃത്തുക്കൾ തുടങ്ങിയ വ്യക്തികളുമായി ബന്ധപ്പെട്ട് സന്തോഷകരമായ നിമിഷങ്ങൾ അല്ലെങ്കിൽ ഇവരിൽ നിന്നും പിന്തുണ തുടങ്ങിയ കാര്യങ്ങൾ ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. കൂടാതെ നിക്ഷേപങ്ങളുമായി ബന്ധപ്പെട്ട് അല്പം ഉയർച്ച നേടുവാൻ സാധിച്ചു എന്ന് വരാം. ലാഭം നിങ്ങളെ തേടിയെത്തുന്ന പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വന്നു ചേരാം. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നേട്ടങ്ങൾക്കുള്ള സാധ്യതയുണ്ട്. ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം വന്നു ചേരാം. മനക്ലേശങ്ങൾ ഒഴിവാക്കുവാൻ സാധിക്കും.
വിദ്യാർത്ഥികൾക്ക് ഉയർന്ന വിജയങ്ങൾ കരസ്ഥമാക്കുവാൻ സാധിക്കും. സാമ്പത്തികപരമായ പരാധീനതകൾ ഒരു പരിധിവരെ ഒഴിവാക്കുവാൻ സഹായകരമായി തീരും. പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കും. അതിനാൽ ഈ സമയം ശ്രമങ്ങൾ നടത്തുകയാണ് എങ്കിൽ അത് വിജയം കാണും എന്ന കാര്യമാണ് ഓർക്കേണ്ടത്. തീർച്ചയായും ഈ സമയം പരമശിവനെ നിങ്ങൾ ആരാധിക്കുകയും അതോടൊപ്പം ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും ശുഭകരമാണ്. ശാസ്താവിനെ ഭജിക്കുന്നതും ശാസ്താക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ചെയ്യുക, പ്രത്യേകിച്ചും ശനിയാഴ്ച ദിവസം. കൂടാതെ ശനിയാഴ്ച ശനിദേവന് നീല ശംഖുപുഷ്പം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും കാക്കയ്ക്ക് ആഹാരം നൽകുന്നതും ശുഭകരമാണ്. അന്നദാനത്തിൽ ഭാഗമാകുന്നതും ശുഭകരമാണ്. അല്ലെങ്കിൽ ഈ ഫലങ്ങൾ തടസ്സങ്ങൾ കൂടാതെ വന്നു ചേരുവാൻ സഹായകരമാണ് എന്ന കാര്യവും ഓർക്കുക. മറ്റൊരു രാശി കൂടി പരാമർശിക്കാം. മറ്റ് 3 രാശിക്കാരെ അപേക്ഷിച്ച് ഈ രാശിക്കാർക്ക് ചില പ്രത്യേകതകളുണ്ട്. ഇവർക്ക് ശനി മൂലം ഉണ്ടായിരുന്ന ചില പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ സാധിക്കുന്നതായ സമയമാകുന്നു. കൂടാതെ മറ്റ് 3 രാശിക്കാരെ അപേക്ഷിച്ച് നേട്ടങ്ങൾ അല്പം കുറവായിരിക്കും. എന്നിരുന്നാൽ പോലും ഇവർക്കും ശുഭകരമായ ഫലങ്ങൾ വന്നു ചേരാം. അത്തരത്തിൽ 4ാമത്തെ രാശിയെക്കുറിച്ചും പരാമർശിക്കുവാൻ സാധിക്കും. ആ രാശി കുംഭം രാശിയാണ്. കുംഭം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ശനിയുടെ കാഠിന്യം അല്പം കുറയുന്നതായ സമയം. ചെറിയ അസ്വസ്ഥതകൾ ജീവിതത്തിലുണ്ട് എങ്കിൽ പോലും അത് പരിഹരിക്കുവാൻ സാധിക്കുന്നതായ സമയവും നേട്ടങ്ങൾ വന്ന് ചേരുന്നതായ സമയവുമാണ്. പല കാര്യങ്ങളെയും പ്രതിരോധിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതായ സമയം കൂടിയാണ് ഇത്. കൂടാതെ പൂരുരുട്ടാതി നക്ഷത്രത്തിലേക്കുള്ള ശനിയുടെ ആ രാശിമാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലമായ ഫലങ്ങൾ, സന്തോഷകരമായ നിമിഷങ്ങൾ വന്നു ചേരുന്നതിന് സഹായകരമാണ്. എല്ലാ തരത്തിലുമുള്ള സാമ്പത്തികപരമായ ഉയർച്ചയും നിങ്ങളെ കാത്തിരിക്കുന്നു എന്നതാണ് വാസ്തവം. അതിനാൽ തന്നെ പല കാര്യങ്ങളും അനുകൂലമാകാം. ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രതികൂലമായ പല കാര്യങ്ങളെയും ഒഴിവാക്കുകയും തങ്ങൾക്കത് അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കുന്നതായ സമയം കൂടിയാണ് ഇത്. സാമ്പത്തികപരമായ ലാഭങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം, നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. കൂടാതെ കടം കൊടുത്തിരിക്കുന്നതായ പണം തിരികെ ലഭിക്കുവാനും നിങ്ങൾ വാങ്ങിയിരിക്കുന്നതായ കടം ഒരു പരിധി വരെ കൊടുത്ത് തീർക്കുവാനും സാധിക്കും. ബിസിനസ് പരമായി നേട്ടങ്ങൾ വന്നു ചേരാം. പുതിയ ബിസിനസ് ആരംഭിക്കുവാനുള്ള സാധ്യതകളുണ്ട്. കർമ്മ മേഖലയുമായി ബന്ധപ്പെട്ട് നേട്ടങ്ങൾ വന്നു ചേരും. കൂടാതെ ഈ സമയം വിദേശത്തോ അല്ലെങ്കിൽ നാട്ടിലോ തൊഴിൽ ലഭിക്കുവാനുള്ള സാധ്യതയുണ്ട്. ജോലി ലഭിക്കുവാനുള്ള സാധ്യത കൂടുതലാണ് എന്ന് തന്നെ പറയാം. വിദ്യാർത്ഥികൾക്ക്, പ്രത്യേകിച്ചും പരീക്ഷ എഴുതിയിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഉയർന്ന വിജയം പ്രതീക്ഷിക്കുവാൻ സാധിക്കും. കൂടാതെ ഈ സമയം പ്രത്യേകിച്ചും നിങ്ങളുടെ മാനസികപരമായ പല ക്ലേശങ്ങളും ഒഴിവാക്കുവാൻ സാധിക്കും. ഈ സമയം നിങ്ങൾക്കും അനുകൂലം തന്നെയാണ്. എന്നാൽ മറ്റു 3 രാശിക്കാരെ അപേക്ഷിച്ച് ഗുണഫലങ്ങൾ അല്പം കുറയും. എന്നിരുന്നാൽ പോലും അനുകൂലമാണ് സമയം. തീർച്ചയായും പരമശിവനെയും ശനിദേവനെയും ആരാധിക്കുക. കൂടാതെ ഈ സമയം പ്രത്യേകിച്ചും ശാസ്താവിനെ ആരാധിക്കുന്നതും ശാസ്താക്ഷേത്രത്തിലും ശിവക്ഷേത്രത്തിലും ദർശനം നടത്തുന്നത് സർവ്വ ഐശ്വര്യപ്രദമാണ്. കൂടാതെ ഈ സമയം പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുന്നതും ശുഭകരമാകുന്നു. ശനിയാഴ്ച ദിവസം ശനിദേവന് നീല ശംഖുപുഷ്പം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും കാക്കയ്ക്ക് ആഹാരം നൽകുന്നതും അന്നദാനത്തിന്റെ ഭാഗമാകുന്നതും ശുഭകരമായ ഫലങ്ങൾ തടസ്സങ്ങൾ കൂടാതെ വന്നു ചേരുന്നതിന് സഹായകരമായി തീരും എന്ന കാര്യവും ഓർക്കുക.